എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ക്രൂസ് ഷിപ്പിലാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കണം നേരിട്ട് കാണുന്നവരും മെസ്സേജിലൂടെ ഉള്ളവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ക്രൂസ് ഷിപ്പിലെ ജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ പാക്കേജ് എങ്ങനെയാണ്, ക്രൂസ് ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ്, ക്രൂസ് ഷിപ്പിൽ എങ്ങനെ ജോലിക്കായി അപേക്ഷിക്കാം എന്നുള്ള കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി ക്രൂസ് ഷിപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ആരെങ്കിലും ക്രൂസ് ഷിപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ ഏകദേശം 8 വർഷത്തോളം ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്ത് ജീവിച്ചു. ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യുക മാത്രമല്ലല്ലോ, അവിടെ തന്നെ ജീവിക്കുകയുമല്ലേ. അതുകൊണ്ടാണ് വർക്ക് ചെയ്ത് ജീവിച്ചു എന്ന് പറയുന്നത്. ദുബായിൽ വെച്ചാണ് എനിക്ക് ക്രൂസ് ഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അവിടെയുള്ള ഒഡീസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസി വഴി അമേരിക്കയിലെ അപ്പോളോ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒഷ്യാന ക്രൂസസിലേക്കാണ് ആദ്യമായി അസിസ്റ്റൻ്റ് ബേക്കറായി എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. 2 വർഷം അവിടെ തുടർന്നതിന് ശേഷം അപ്പോളോയുടെ ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരു ക്രൂസ് ഷിപ്പായ ലക്ഷറി 7 സ്റ്റാർ ക്രൂസ് ഷിപ്പായ റീജൻ്റ് 7 സീസിലേക്ക് അസിസ്റ്റൻ്റ് ബേക്കറായി തന്നെ ഞാൻ ട്രാൻസ്ഫറായി. 1 വർഷം അവിടെ തുടർന്നതിന് ശേഷം എന്നെ അവർ ഹെഡ് ബേക്കറായി പ്രൊമോട്ട് ചെയ്തു. ഹെഡ് ബേക്കർ എന്ന് പറഞ്ഞാൽ ബേക്കറിയുടെ ഹെഡായി. 5 വർഷത്തോളം ഞാൻ ഹെഡ് ബേക്കറായി റീജൻ്റ് 7 സീസിൽ തുടർന്നു. ക്രൂസ് ഷിപ്പിലെ അല്ലെങ്കിൽ ആഡംബര കപ്പലിലെ ജോലി കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം. ആദ്യത്തെ നേട്ടം ലോകം ചുറ്റിക്കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. കാർഗോ ഷിപ്പിൽ വർക്ക് ചെയ്താലും ലോകം ചുറ്റിക്കാണാമെങ്കിലും ക്രൂസ് ഷിപ്പ് എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പോർട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ദിവസങ്ങളിലും പുറത്തിറങ്ങി ആ സ്ഥലങ്ങൾ കാണാൻ കഴിയും. ക്രൂസ് ഷിപ്പിൻ്റെ ഉദ്ദേശം തന്നെ അതിനകത്തെ സഞ്ചാരികളെ കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ സ്ഥലങ്ങളും കാണിക്കുക, ഷിപ്പിനകത്ത് അവർക്ക് പരമാവധി വിനോദങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സിനും കിട്ടും. അവർക്കും ലോകം മൊത്തം ചുറ്റിക്കാണാനും നല്ല നല്ല രാജ്യങ്ങളും അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാന നേട്ടം. രണ്ടാമത്തെ പ്രധാന നേട്ടം അവിടുത്തെ സാലറി തന്നെയാണ്. ടാക്സ് ഇല്ലാത്ത സാലറിയാണ്. എന്ന് വെച്ച് എന്നോട് ഷിപ്പിൽ എത്ര സാലറി കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ കഴിയില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പൊസിഷനും ഒക്കെ അനുസരിച്ചായിരിക്കും. തന്നെയുമല്ല, ഓരോ കമ്പനിക്കും ഓരോ പൊസിഷനിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാലറി സ്കെയിലായിരിക്കും. സാലറി സ്കെയിൽ മാത്രമല്ല, ചില കമ്പനികളുടെ കോൺട്രാക്റ്റ് 6 മാസമായിരിക്കും, ചില കോൺട്രാക്റ്റ് 8 മാസമായിരിക്കും, ചില കമ്പനികൾ 10 മാസമായിരിക്കും. ചില കമ്പനികൾ ഒരു അസിസ്റ്റന്റ് കുക്ക് അല്ലെ അസിസ്റ്റന്റ് ബേക്കറി, അസിസ്റ്റന്റ് പേസ്ട്രിക്കൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി $600 ആയിരിക്കും. ചില കമ്പനികൾ $1200 ആയിരിക്കും, ചില കമ്പനികൾ $1800 ആയിരിക്കും. അത് ഓരോ കമ്പനിയുടെയും സ്വഭാവം അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സാലറി ഷിപ്പിൽ എത്ര കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് കമ്പനികളുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ചായിരിക്കും. ടാക്സ് ഉണ്ടാകില്ല. മിക്ക കമ്പനിക്കാരും അവരെ സ്റ്റാഫിൻ്റെ സാലറി അവരുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഓൺ ബോർഡിൽ നിന്ന് നമുക്ക് സാലറി കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം. നമുക്ക് ഫുഡും അക്കോമഡേഷനും ഫ്ലൈറ്റ് ടിക്കറ്റും വിസയും മെഡിക്കലും എല്ലാം മിക്ക കമ്പനിക്കാരും തരുന്നത് കൊണ്ട് നമുക്ക് ഷിപ്പിൽ ജീവിക്കുന്നതിനോ ഷിപ്പിലേക്ക് പോകുന്നതിനോ യാതൊരു ചെലവുമില്ല. ചിലർ അവിടെ നിന്ന് ഷിപ്പിൽ നിന്ന് സാലറി കളക്ട് ചെയ്ത് അവിടെ നിന്ന് പോയി പുറത്തു പോയി ഫുഡ് കഴിക്കുകയും പുറത്ത് ബാറുകളിൽ പോവുകയും ചൂതാട്ട കേന്ദ്രങ്ങളിൽ പോവുകയും മസാജ് സെൻ്ററുകളിൽ പോവുകയും അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ബാക്കി നീക്കിയിരിപ്പായിട്ട് ഒന്നും ഉണ്ടാകില്ല. ചിലരൊക്കെ ഈ കാരണങ്ങളാൽ തന്നെ 6 മാസത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടും നാട്ടിൽ പോകാൻ പൈസ ഇല്ലാതെ കിട്ടിയ പൈസ മൊത്തം അവിടെ ദൂർത്തടിച്ച് തീർത്തതുകൊണ്ട് വീണ്ടും 1-2 മാസം വീട്ടിൽ പോകാനുള്ള പൈസയ്ക്കായി വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന, പണം സേവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കരിയറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാന ഗുണമാണ് ഷിപ്പിലെ ജോലിക്ക് അധികം ചെലവ് വരുന്നില്ല. നമുക്കറിയാം ഓരോ രാജ്യങ്ങളിലും ജോലിക്ക് വേണ്ടി എത്രമാത്രം പൈസ സർവീസ് ചാർജായിട്ടും കമ്മീഷനായിട്ടും കൊടുക്കേണ്ടി വരുന്നെന്നത്. ഷിപ്പിൽ ജോലിക്കായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും മെഡിക്കലും അങ്ങോട്ടേക്കുള്ള വിസയുടെ ചാർജും എല്ലാം തന്നെ കമ്പനിയാണ് ചെലവിടുന്നത്. അമേരിക്കയിൽ ജോയിനിങ് ഉള്ള ചില ഷിപ്പിംഗ് കമ്പനികൾ മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വരണമെന്ന് പറയും. ആ തുക അവർ വെക്കേഷൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തിരികെ തരുകയും ചെയ്യും. അതിൻ്റെ കാരണം മിക്കവരും അമേരിക്കയിൽ പോയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാതെ അവിടെ ചാടുന്നത് കൊണ്ടാണ്.
STCW, ക്രൗഡ് മാനേജ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകൾ ചില കമ്പനിക്കാർ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ട ഒരു തുക മാത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് 5 വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ കമ്പനി വിട്ടാലും മറ്റ് കമ്പനികളിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതൊരു നഷ്ടമായിട്ട് വരുന്നില്ല. അതിനുവേണ്ടി വലിയൊരു തുക ആവശ്യമായിട്ടും വരുന്നില്ല. ഇത് തന്നെയാണ് മറ്റൊരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇത് നേട്ടമായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏതായാലും തോന്നിയിട്ടുള്ളതാണ് ഒരുപാട് രാജ്യക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ കരയിലൊക്കെ ജോലി ചെയ്യുവാണെങ്കിലും ഒരുപാട് രാജ്യക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുക മാത്രമല്ല, ലിംഗവ്യത്യാസമില്ലാതെ വർക്ക് ചെയ്ത് ജീവിക്കാനും കഴിയും. അവർക്കൊപ്പം തന്നെ വർക്ക് ചെയ്ത് അവർക്കൊപ്പം തന്നെ ഉണ്ട്, അവരുടെ ക്യാബിനിൽ തന്നെ ഉറങ്ങി അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോൾ പല കൾച്ചറും പല രാജ്യക്കാരുടെ സ്വഭാവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാനും അറിഞ്ഞിരിക്കാനും കഴിയും. ഇത് എനിക്കൊരു വലിയ ഒരു നേട്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത ഷിപ്പിൽ എനിക്കൊപ്പം 50-ലധികം രാജ്യക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയ അനുഭവമായിട്ടും നേട്ടമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഷിപ്പിലെ ജോലി കൊണ്ടുള്ള പ്രധാന ബുദ്ധിമുട്ടുകൾ, നെഗറ്റീവ്സ് ഒക്കെ എന്താണെന്ന് പറയാം. ആദ്യം തന്നെ പറയാനുള്ളത് കട്ടപ്പണിയാണ് കേട്ടോ. 8 മാസവും 10 മാസവും ഒക്കെ ആയിരിക്കും ആദ്യത്തെ കോൺട്രാക്റ്റുകൾ. ഈ 8 മാസം അല്ലെ 10 മാസത്തിനിടയിൽ ഒരു ദിവസം പോലും ലീവോ ഓഫോ നമുക്ക് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ കരയിലൊക്കെ ജോലി ചെയ്യുമ്പോഴുള്ള തലവേദനയാണ്, പനിയാണ്, സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലീവ് എടുക്കാമല്ലോ. ഇവിടെ അങ്ങനെ സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഷിപ്പിലെ ക്ലിനിക്കിൽ അവിടുത്തെ ഷിപ്പിലെ ഡോക്ടർ നമ്മളെ പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് സിക്ക് ലീവ് അപ്രൂവായി തന്നാൽ മാത്രമേ ഒരു സിക്ക് ലീവ് എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. 10-14 മണിക്കൂർ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരും. ഈ സമയത്തൊക്കെ മിക്കപ്പോഴും ബ്രേക്ക് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. ഈ ബ്രേക്ക് സമയത്ത് പോലും നമുക്കൊന്ന് വിശ്രമിക്കാനോ കിടന്നുറങ്ങാനോ കഴിയാറില്ല. ആ സമയങ്ങളിൽ ക്രൂട്ടറിൽ ഉണ്ടാവും, മിക്കപ്പോഴും ട്രെയിനിങ് ഉണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ക്യാബിൻ ക്ലീൻ ആണോ എന്നറിയാൻ വേണ്ടിയുള്ള ക്യാബിൻ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബ്രേക്ക് ടൈമിൽ പോലും നമുക്ക് ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലവരൊക്കെ ഷിപ്പിൽ വളരെ ആവശ്യത്തോടെ ജോയിൻ ചെയ്ത് 1 മാസം പോലും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തിരിച്ചു പോകും. ചിലവർ അമേരിക്കയിലാണ് ഷിപ്പെങ്കിൽ അമേരിക്ക ലാൻഡിൽ ചാടി അവിടെ എവിടെയെങ്കിലും ജോലി നോക്കും. ചിലവർ 1 വർഷം അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഷിപ്പിലേക്ക് പോകില്ല. ഇനി ഇതിനെയെല്ലാം തരണം ചെയ്ത് 3-4 വർഷമൊക്കെ പിടിച്ചു നിൽക്കുന്നവർ പിന്നെ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കും കേട്ടോ. നമ്മളൊരു പറയില്ലേ, തീയിൽ കുരുത്തവർ വെയിലത്ത് വാടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഷിപ്പിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് നമ്മുടെ കരയിൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഡിമാൻഡാണ് കേട്ടോ. അവർ കഠിനാധ്വാനികളാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. രണ്ടാമത്തെ വലിയ ബുദ്ധിമുട്ടാണ് സീ സിക്നസ് അല്ലെ കടൽ ചുരുക്കം എന്ന് പറയുന്നത്. കടൽ വല്ലാതെ ശോഭിച്ചിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഷിപ്പിനകത്തുള്ളവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. വലിയ പടുകൂറ്റൻ ഷിപ്പുകളെ ഇത് അത്രമാത്രം ബാധിക്കില്ല എങ്കിലും മീഡിയം ചെറിയ ഷിപ്പുകളിലുള്ളവരെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. ആ സമയങ്ങളിൽ കടൽ ചുരുക്കമുള്ള സമയങ്ങളിൽ ഇതിനകത്തുള്ളവരിൽ ഭയങ്കര ഛർദിയും ഭയങ്കര തലവേദനയും തലകറക്കവും നമുക്ക് നിൽക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. കൂടുതലും രാത്രി കാലങ്ങളിലാണല്ലോ ഷിപ്പ് കടലിൽ ഇറങ്ങുക, ആ സമയങ്ങളിലായിരിക്കും. അപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും, പിടിച്ചു നിൽക്കാൻ ഒട്ടും കഴിയില്ല. അപ്പം ഇത് തന്നെയാണ് രണ്ടാമത്തെ വലിയ ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കരയിലൊക്കെ ജോലി ചെയ്യുമ്പം വീട്ടിലോ എന്തെങ്കിലും മരണങ്ങളോ ആപത്തോ അപകടമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. പക്ഷെ ഷിപ്പിലായിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ കഴിയണമെന്നില്ല. ഷിപ്പ് ചിലപ്പോൾ കടലിലായിരിക്കും, അല്ലെങ്കിൽ എയർപോർട്ടൊന്നും ഇല്ലാത്ത ദ്വീപുകളിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ഫ്ലൈറ്റ് ഒന്നും കിട്ടാത്ത ഏതെങ്കിലും അകലെയുള്ള ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ലഭ്യതയൊക്കെ അനുസരിച്ച് മാത്രമേ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഇതാണ് എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഷിപ്പിലെ ഏറെ നാളത്തെ ജീവിതം കൊണ്ട് ചില അസുഖങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആദ്യത്തെ ഒരു ആവേശമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടാകണമെന്നില്ല. ആദ്യത്തെ ആവേശത്തിൽ നമുക്ക് പുതിയ രാജ്യങ്ങളും പുതിയ നാടും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ അവസരം കിട്ടിയാൽ അപ്പം തന്നെ പുറത്തിറങ്ങി ആ രാജ്യമൊക്കെ കാണും.
അപ്പോൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ഓരോ രാജ്യങ്ങളും അവിടുത്തെ നാടുകളും വരുമ്പം കണ്ട രാജ്യങ്ങളായതുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ വലിയ ഉത്സാഹക്കുറവായിരിക്കും. അപ്പം നമ്മൾ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോൾ മാസത്തിലൊന്നും അല്ലെങ്കിൽ 2 മാസവും, ചിലവരൊക്കെ ഒരു കോൺട്രാക്റ്റിൽ മൊത്തമായിട്ടും പുറത്തിറങ്ങാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കാത്തതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ, പിന്നെ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ വെള്ളം മാറി മാറി കുളിക്കുന്നതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ ചിലർക്കെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഷിപ്പിലെ ഏറെ നാളത്തെ ജീവിതം കൊണ്ട് സംഭവിക്കാൻ ഇടയുണ്ട്. ഇതാണ് മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷിപ്പിലെ ജോലി കൊണ്ടുള്ള നേട്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ചും കൂടെ ഞാൻ പറയാം. നമുക്കറിയാം, ഒരു ക്രൂസ് ഷിപ്പ് അല്ലെങ്കിൽ ആഡംബര കപ്പൽ എന്ന് പറയുന്നത് കടലിലൂടെയുള്ള ഒരു 5 നക്ഷത്ര ഹോട്ടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടലിലെ മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമാണ്. ഇനി കിച്ചണിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, കിച്ചണിൽ ഷിപ്പിൽ കിട്ടാൻ എളുപ്പമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കോണ്ടിനെൻ്റൽ, വെസ്റ്റേൺ, ബുച്ചറി, ബേക്കറി ഇവയൊക്കെയാണ്. ഇനി കിച്ചണിലേക്കല്ല എങ്കിൽ ഹൗസ് കീപ്പിംഗ്, വെയിറ്റർ, ബട്ട്ലർ ഇവയ്ക്കൊക്കെ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഈ ഹൗസ് കീപ്പിംഗ്, വെയിറ്റർ, ബട്ട്ലറൊക്കെ ശമ്പളത്തിനോടൊപ്പം ടിപ്പും ഉണ്ടാവും. ബട്ട്ലർമാരൊക്കെ ആണെങ്കിൽ ശമ്പളത്തേക്കാൾ കൂടുതൽ ടിപ്പ് കിട്ടുന്ന ഷിപ്പുകളും എനിക്കറിയാം. മറ്റൊരു യോഗ്യതയായിട്ട് വേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനമാണ്. കിച്ചണിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വലിയ പരിജ്ഞാനമൊന്നും വേണ്ട. അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുവാനും കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ മതി. ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ക്രൂസ് ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. മിക്ക ക്രൂസ് ലൈൻ കമ്പനികൾക്കും സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ പോയി കരിയർ ഓപ്ഷനിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടാൽ ഈ കമ്പനികളുടെ ഇൻ്റർവ്യൂ ഇന്ത്യയിൽ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കും. ഇനി അതുമല്ലെങ്കിൽ cruisecareer.in പോയി രജിസ്റ്റർ ചെയ്തിട്ടാലും ഇന്ത്യയിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയങ്ങളിൽ അവർ നിങ്ങളെ അറിയിക്കും. ഇനി CV-കളുമായി ബോംബെ വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 2-3 ഏജൻസികളുടെ ഓഫീസുകളിൽ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാം. ആ ഏജൻസികളുടെ വെബ്സൈറ്റ് വിലാസവും അവരുടെ പേരും ഞാൻ ഇതിൽ പറയാം. ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് അവരുടെ വിലാസത്തിൽ നേരിട്ട് പോയി അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒന്നാമതായി CSSI, അവരുടെ ഓഫീസ് കാർണിവൽ സപ്പോർട്ട് സർവീസ് ഇന്ത്യ എന്ന ഓഫീസ് ബോംബെയിലുണ്ട്. അവിടെ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാം. രണ്ടാമതായിട്ടുള്ളതാണ് കാമാക്ഷി ഓവർസീസ് കൺസൾട്ടൻസ്. അവരുടെ വെബ്സൈറ്റാണ് www.kamakshi.com. അവരുടെ ബോംബെയിലെ ഓഫീസിലും നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാം. അവരുടെ പൂർണ്ണ വിവരം അവരുടെ വെബ്സൈറ്റിലൂടെ കിട്ടും. മറ്റൊരു ഏജൻസിയാണ് ഹിരൻ ഇൻ്റർനാഷണൽ. www.hireninternational.com എന്ന വെബ്സൈറ്റിൽ കയറിയാൽ അവരുടെ പൂർണ്ണ വിലാസം കിട്ടും. അതിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം. മറ്റൊരു ഏജൻസിയാണ് എയർബോൺ റിക്രൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. www.airbornerecruiting.com എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കാണുന്ന വിലാസത്തിൽ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം. ഇനി UAE-യിൽ താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ പോയ ഏജൻസി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്, ഒഡീസി ഇൻ്റർനാഷണൽ. എൻ്റെ അറിവിൽ അവർക്ക് അബുദാബിയിലും ദുബായിലും ഓഫീസുണ്ട്. അവിടെ പോയി രജിസ്റ്റർ ചെയ്താലും ഇൻ്റർവ്യൂ നടക്കുന്ന സമയങ്ങളിൽ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതെല്ലാമാണ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ട വഴികൾ. നിങ്ങളിങ്ങനെ രജിസ്റ്റർ ചെയ്തത് പ്രകാരം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു, അതിൽ സെലക്ഷൻ കിട്ടിയാൽ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവരായിരിക്കും നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ STCW പോലത്തെ കോഴ്സുകൾ ചെയ്യാൻ പറയും. ചിലപ്പോൾ അമേരിക്കൻ വിസ വേണമെന്ന് പറയും. അമേരിക്കയിൽ പോകുന്ന ഷിപ്പാണെങ്കിൽ നിർബന്ധമായിട്ടും അമേരിക്കൻ C1D വിസ വേണ്ടിവരും. അതിൽ പാസ്സായി വിസ അടിച്ചാൽ മാത്രമേ ഇത്തരം ഷിപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിക്കൽ ഫിറ്റ്നസ്. ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ടെസ്റ്റ് വേണ്ടിവരും. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പം ഇത്തരം വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. പ്രത്യേകിച്ച് ക്രൂസ് ഷിപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ലോകം കാണാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ, ഷെഫ് എമിൽ ഫിലിപ്പ്.